ജയ്ജൂസ് ഹോം വീഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ കണ്ണൂരുകാർ കിണ്ണത്തപ്പം എന്ന ഓമന പേരിൽ വിളിക്കുന്ന കറുത്ത അരി ഹലുവ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇതൊരിക്കലെങ്കിലും കഴിച്ചാൽ അതിൻ്റെ സ്വാദ് നമ്മുടെ നാവിൽ നിന്ന് വിട്ടുപോകില്ലെന്നുള്ള കാര്യം തീർച്ചയാണ്. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയാലോ. നമുക്കിതിനായിട്ട് ആദ്യമായി വേണ്ടത് 2 കപ്പ് പച്ചരി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോന മസൂരി റൈസാണ്. അത് 250 ഗ്രാം. അത് നല്ലപോലെ 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് മിനിമം വെള്ളം ഉപയോഗിച്ച് അരച്ചെടുത്തിരിക്കുകയാണ്. എടുത്ത അരിയുടെ ഇരട്ടിയാണ് നമ്മൾ ഇതിൻ്റെ ശർക്കര എടുക്കേണ്ടത്. 250 ഗ്രാം പച്ചരിക്ക് 1 കിലോ ശർക്കര. അത് വെള്ളമൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് ഉരുക്കി പാനിയാക്കി അരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് നെയ്യുടെ അളവ് നമ്മൾ ഇതിന് കണക്കായിട്ട് ചേർത്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 തേങ്ങയുടെ തേങ്ങാപ്പാൽ. ഞങ്ങൾക്കിവിടെ ഫ്രഷ് തേങ്ങ കിട്ടാത്തതുകൊണ്ട് 1 കിലോ ഫ്രോസൺ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിരിക്കുന്നതാണ്. കശുവണ്ടി വറുത്തത്, പിന്നെ കുറച്ച് ഏലക്ക, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ആദ്യമായിട്ട് ഈ അരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മുഴുവൻ ചേർത്ത് കൊടുക്കുന്നു. ഒരു 10 കപ്പോളം തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മുഴുവൻ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ശർക്കര ഇവിടെ ഉരുക്കി പാനിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അത് അരിച്ചൊഴിക്കണം, അല്ലെങ്കിൽ അതിനുള്ള കരടും മണ്ണും എല്ലാം ഉണ്ടാവും. നല്ല കളറുള്ള ശർക്കര എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കളറുള്ള ഹൽവ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് തീ കത്തിക്കുന്നത്. എല്ലാം നല്ലപോലെ യോജിച്ചതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാൻ തുടങ്ങുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഇച്ചിരി ശ്രമകരമായ ഒരു കാര്യമാണ്. നല്ലപോലെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നിർത്തി കഴിഞ്ഞാൽ അടി പിടിക്കും, കരിയും. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറും. കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിനിടയ്ക്കൊന്ന് മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് മധുരം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കിയതോ അല്ലെങ്കിൽ അതിന് കണക്കായിട്ട് പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ചെറുതായിട്ട് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. കട്ടിയാകാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണിത്. തീ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് തീയിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നെയ്യ് മുഴുവൻ ഇതിലേക്ക് ഉരുക്കി ചേർന്നുകൊണ്ടിരിക്കുന്നു. 1 സ്പൂണും കൂടെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. കുറി വരുന്നത് കാണാം നമുക്ക്. നല്ലപോലെ കുറുകി ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നെയ്യ് മുഴുവൻ ഇതിലേക്ക് അബ്സർവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മിക്സ് കുറുകി വരുന്ന കണക്കിന് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. 1/4 മണിക്കൂറോളം ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്രയൊക്കെ ആവുന്നത്. അടുത്തായിട്ട് ഒന്നുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. 2 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ തയ്യാറായിട്ട് വേണം നമ്മളിത് പരിപാടി തുടങ്ങാൻ തന്നെ. ഇപ്പോൾ നമുക്ക് കാണാം ഇത് ശരിക്കും കുറുകി വരുന്നുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം പറ്റി കളറെല്ലാം മാറി വരുന്നുണ്ട്. നല്ലപോലെ കുറുകി അതിൻ്റെ വെള്ളമെല്ലാം കുറേ പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കിണ്ണത്തപ്പം എന്ന് പറയുന്ന പലഹാരത്തിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്നത് ഈ കശുവണ്ടി അല്ല, അവിടെ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഒരു വ്യത്യാസം. ചിലപ്പോൾ ആൾക്കാർ തർക്കിക്കും ഇത് ഹൽവയല്ല, ഇത് കിണ്ണത്തപ്പം അല്ലെന്നൊക്കെ തർക്കിക്കാൻ സാധ്യതയുണ്ട്. കടലപ്പരിപ്പാണ് നമ്മൾ ശരിക്കുള്ള ട്രഡീഷണൽ കിണ്ണത്തപ്പത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക, അതിൻ്റെ അരി മാത്രം എടുത്ത് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. തൊലിയിടേണ്ട ആവശ്യമില്ല. തൊലിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കടിക്കും, ചിലർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഏലക്കയുടെ അരി മാത്രം എടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് കാണാം ഇത് ശരിക്കും കുറുകി വരുന്നുണ്ട്. കുറുകി വരുന്നതിനോടൊപ്പം തന്നെ അതിൽ എക്സ്ട്രാ ഉള്ള നെയ്യും എണ്ണയും എല്ലാം പുറത്തേക്ക് തള്ളി വരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ കണ്ടോ, അതിന് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നെല്ലാം വിട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ടാണ് ഇത്ര എളുപ്പം. ഇതൊരു ട്രഡീഷണലി ഉണ്ടാക്കുന്നതെല്ലാം ഉരുളിക്കകത്താണ്. ഉരുളിക്കകത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ചെറിയ തീ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തീ കൂട്ടി കൊടുക്കാം. തീ കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ട്, അതായത് അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് എവിടെയും കട്ടിയായി പോകാതെ ഒരേ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ നിന്നെല്ലാം വിട്ട് സൈഡിൽ നിന്നെല്ലാം വിട്ട് സെപ്പറേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മളിനിയും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ പാകമായിട്ടില്ല, പാകം ഞാൻ കാണിച്ചു തരാം അങ്ങനെയെന്ന്. ഏകദേശമായിട്ടുണ്ട്, എന്നാലും മുഴുവനായിട്ടില്ല, കുറച്ചുകൂടി ഇളക്കണം ഇത്. ഇങ്ങനെ സൈഡിലേക്ക് വടിച്ചെടുക്കുമ്പോൾ അത് പാത്രത്തിൽ നിന്ന് മുഴുവനായിട്ട് വിട്ടുമാറി വരുന്നൊരവസ്ഥയുണ്ട്. അതുപോലെ ഇതിലുള്ള ജലാംശവും എല്ലാം പറ്റി തേങ്ങയുടെ എണ്ണയും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യും എല്ലാം പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരു അവസ്ഥയുണ്ട്. നമ്മൾ കോരി നോക്കുമ്പോൾ ഇതാണ് പാകം. വെള്ളം ഒഴുകുന്ന പോലെയല്ല, കുറച്ച് തിക്കായിട്ട് പീസായിട്ട് വീഴുന്ന പോലെ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇത് കറക്റ്റായിട്ടുള്ള പാകമാണ്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, റെഡിയാണിത്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് പാകം, ശരിക്കും പാകമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തു. ഇനി നമ്മളൊരു പാത്രത്തിൽ, റൗണ്ട് പാത്രം ഉണ്ടെങ്കിൽ റൗണ്ട് പാത്രത്തിൽ എടുക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് ട്രേയോ അങ്ങനെ എന്തെങ്കിലും ഒരു നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് ശരിക്കുള്ള പാകം. നെയ്യ് പുരട്ടിയ ഒരു ബേക്കിംഗ് ട്രേയിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് റൗണ്ട് ആയിട്ടുള്ള പാത്രങ്ങൾ എന്ത് പാത്രത്തിലേക്ക് വേണമെങ്കിലും ഒഴിക്കാം. ഒഴിച്ചിട്ട് അതൊന്ന് എയർ ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേൽവശം ഒന്ന് മിനുസമാക്കി കൊടുക്കാം. നാലഞ്ച് മണിക്കൂറെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം, ഇത് കട്ടിയായി സെറ്റാകാൻ വേണ്ടി. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മറിച്ചെടുക്കാം. നല്ല സെറ്റായ കിണ്ണത്തപ്പം അല്ലെങ്കിൽ ബ്ലാക്ക് ഹൽവ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഹൽവയാണ്. നമുക്കത് മുറിച്ച് നോക്കാം. എന്താ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക്. കളറും ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയുടെ കളറാണ് ഇവിടെ വരിക. നല്ലപോലെ കറുത്ത ശർക്കര ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കറുത്ത കളർ കിട്ടും. ഈ ശർക്കരയ്ക്കെല്ലാം കളർ കുറവാണ്. നല്ല ബട്ടർ മുറിക്കുന്ന പോലെയുള്ള കഷ്ണങ്ങൾ എന്താ, എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, കണ്ടാൽ തന്നെ വായിൽ വെള്ളം ഊറുന്ന രീതിയിലുള്ള കിണ്ണത്തപ്പം അഥവാ ബ്ലാക്ക് ഹൽവ. നല്ല വളരെ സോഫ്റ്റായിട്ട് പഞ്ഞി പോലെയുള്ള കിണ്ണത്തപ്പം. ഇത് വളരെ എളുപ്പമാണെന്ന് ഞാൻ പറയില്ല. 1.5 മുതൽ 2 മണിക്കൂർ വരെ അധ്വാനമുണ്ട്. തീയുടെ അടുത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ളതാണ്. ഇതിൻ്റെ റെസിപ്പി എല്ലാം വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നമ്മളിതിൻ്റെ കഷ്ടപ്പാടൊന്നും നോക്കില്ല, നമ്മളത് ഉണ്ടാക്കിയിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളെ പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഈ കിണ്ണത്തപ്പം എന്ന റൈസ് ഹൽവയും അതിൻ്റെ റെസിപ്പിയും ഈ വീഡിയോയും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇതുപോലെ പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.